എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 തന്നെ ചാപ്റ്റർ 1 ആമുഖമാണ്. ആമുഖം നോക്കൂ. പ്രകൃതീരിയം, ഈ പ്രകൃതി സർവഗുണസമ്പന്നയും തഥാ അപ്രകാരം തന്നെ സർവേഷാം എല്ലാ പ്രാണീനാം എല്ലാ ജീവജാലങ്ങളുടെയും സമസ്ത സൗഭാഗ്യദായിനി ച ഭവതി എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നവളാകുന്നു. തഥാപി അപ്രകാരമാണെങ്കിലും രൗദ്ര മൃദുലഭാവാഭ്യാം രൗദ്രവും മൃദുലവുമായ സ്വരൂപത്തെ കൊണ്ട് സ അവൾ പ്രകൃതി സദാ എപ്പോഴും അദുഷ്യ തടുക്കാനാവാത്തവളും അഭിഗമ്യ ച അസ്തി സമീപിക്കാൻ കഴിയുന്നവളുമാകുന്നു. അസ്യാഹ ഇവളുടെ വിരുദ്ധമായ സ്വരൂപത്തെ ദ്രഷ്ടും കാണണമെങ്കിൽ കാനനമേവ കാട്ടിലേക്ക് തന്നെ ഗന്ധവ്യം പോകണം. തത്ര അവിടെ തമഹ ഇരുട്ടിൻ്റെയും പ്രകാശയോഹോ പ്രകാശത്തിൻ്റെയും മിശ്രണം കൂടിച്ചേരൽ തഥാ അപ്രകാരം മൃദുല വിഹ്വലഃ മൃദുല വിഹ്വലഃ എന്നാണ് ആ വാക്ക് വായിക്കുക. മൃദുല വിഹ്വലഃ, മൃദുലവും വിഹ്വലഃ ഭയപ്പെടുത്തുന്നതുമായ രവാഹ ശബ്ദങ്ങൾ നിമ്നോദാഹ എന്താണ് നിമ്നോന്നതാഹ നിമ്നോ ഉന്നതാഹ എന്താണ് ഉയർന്നതും താഴ്ന്നതുമായ ഭൂവിഭാഗാഹ ഭൂപ്രദേശങ്ങൾ ഹസ്വ ഉന്നതാഹ ചെറിയതും വലിയതുമായ വൃക്ഷാഹ വൃക്ഷങ്ങൾ ഇത്യാദീനാം തുടങ്ങിയ വൈരുദ്ധ്യങ്ങളുടെ മേലനം ച സംയോജനം ഏകത്രൈവ ഒരിടത്ത് ദ്രഷ്ടും ശക്യതേ കാണാൻ കഴിയുന്നു. തദ്വിഷയെ ഈ വിഷയത്തിൽ കവിതാമേകാം ഒരു കവിത പഠാമഹ പഠിക്കാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കേരള സിലബസിലെ കുട്ടികൾക്കാണ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.